ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. ഈ ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. ആരുടെ ചരമദിനമാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. ബഷീർ ജനിച്ചത് എന്ന്? 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ പിതാവിൻ്റെ പേര്? കൈ അബ്ദുറഹ്മാൻ. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര്? കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ആദ്യ കൃതി? പ്രേമലേഖനം. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ബാല്യകാലസഖി. ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി ഏത്? നേരും നുണയും. ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്നതായിരുന്നു ബഷീറിൻ്റെ തത്വശാസ്ത്രം. ഇത് തെളിയിക്കുന്ന കഥ ഏത്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാര്? ഫാബി ബഷീർ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ഭാർഗവീ നിലയം, ബാല്യകാലസഖി. ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ബന്ധമുണ്ടായിരുന്ന മരം ഏത്? മംഗോസ്റ്റിൻ. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം? 1981. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. 2017 ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി സിനിമയെടുത്ത സംവിധായകൻ ആര്? അനീഷ് അൻവർ. ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാര്? MK സാനു. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം? 1982.
മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ആരുടെ ഗ്രന്ഥമാണിത്? IM അഷ്റഫ്. ആകാശമിഠായി കഥാപാത്രം ആകുന്ന ബഷീറിൻ്റെ നോവൽ? പ്രേമലേഖനം. പ്രേമലേഖനം എന്ന ബഷീർ കൃതി നിരോധിക്കപ്പെടുകയും ഇതിൻ്റെ കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്ത വർഷം 1944. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏത്? മാന്ത്രിക പൂച്ച. ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ 3 കൃതികൾ ഏതൊക്കെ? യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രം ആക്കിയ സംവിധായകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു കവിത? അനശ്വര പ്രകാശം. ജയകേസരിയിൽ അച്ചടിച്ചു വന്ന ബഷീറിൻ്റെ ആദ്യ കഥ? എൻ്റെ തങ്കം. പിന്നീട് തങ്കം എന്ന പേരിലും പ്രസിദ്ധീകരിച്ചു. ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേര്? കഥാബീജം. ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ഏത് വർഷമാണ്? 1993. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ടത് ആര്? ബാലാമണിയമ്മ. പ്രകൃതി സ്നേഹം വെളിവാക്കുന്ന ബഷീറിൻ്റെ കഥ ഏത്? തേന്മാവ്. പ്രേം നസീർ അഭിനയിച്ച ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രം ഏത് ബഷീർ കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ്? നീലവെളിച്ചം. ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ബാലസാഹിത്യം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം? പത്മശ്രീ. വൈക്കം മുഹമ്മദ് ബഷീർ പ്രശസ്തനായത് ഏതു പേരിലാണ്? ബേപ്പൂർ സുൽത്താൻ. ബഷീർ മരിച്ചത് എന്ന്? 1994 ജൂലൈ 5. ബഷീറിൻ്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. ഏത് വർഷമാണ് പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിൽ വെച്ച് പ്രേമലേഖനം എന്ന നോവൽ ബഷീർ എഴുതിയത്? 1943.
എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീർ ദമാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതാര്? എം എ റഹ്മാൻ. ബാല്യകാലസഖി സിനിമയായി സംവിധാനം ചെയ്തവർ ആരൊക്കെ? ശശികുമാർ, പ്രമോദ് പയ്യന്നൂർ. ആദ്യമായി ബഷീറായി സിനിമയിൽ വേഷമിട്ടത് ആര്? മമ്മൂട്ടി. 1985 പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രം ആക്കിയ സംവിധായകൻ ആര്? പി എ ബക്കർ. തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട്. ആരാണത്? എം ബി പോൾ. ഫാബി ബഷീറിൻ്റെ മുഴുവൻ പേര്? ഫാത്തിമ ബീവി. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.